ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നല്ലൊരു ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോളാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് കഴിക്കാൻ പറ്റിയ, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണിത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും നമ്മൾ നേരത്തെ കറക്കി വെച്ചില്ലേ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കൂലേ ആ ഒരു ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കണം. കാരണം ഇത് പൊങ്ങി വരും നമ്മൾ ഈസ്റ്റ് ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇത്തിരി ലൂസാവും. അപ്പോൾ നല്ല ഇത്തിരി ടൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കാറ്റ് കടക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മൂടി വെക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മിൻസ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പച്ചക്കാണ് ഞാൻ ചിക്കന് ചേർത്തത്. ഇനി വേവിച്ചിട്ട് ഒന്ന് പിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ പച്ചക്ക് ചിക്കൻ എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇത്തിരി കൂടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടുന്ന വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കണ വിധത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം അങ്ങനെ ചെയ്തതിന് ശേഷം അല്പം മാത്രം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ലേ നമ്മുടെ മാവ്, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ പൂരികളായിട്ടൊന്ന് പരത്തിയെടുക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറിയ പൂരികളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തണ പൂരി വളരെ തിന്നായിട്ട് പരത്തണ്ട, ഇത്തിരി കട്ടി ഉണ്ടായിക്കോട്ടെ, അതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, പിന്നെ 2 സൈഡിലായിട്ടൊന്ന് മടക്കി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി സൈഡ് ഇങ്ങനെ ഒട്ടണില്ലെങ്കിൽ കുറച്ച് മൈദയും വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ ഈ ഒരു റോള് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇതാ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ ഒരു മാവ് ഈസ്റ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ മാവല്ലേ, അപ്പോൾ എണ്ണയിലിടുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. നല്ലൊരു പെർഫെക്റ്റ് റോളായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ അതിൻ്റെ ഉള്ളു വേവാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അത് ഒരു ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. നമ്മൾ ബേക്കറികളിലൊക്കെ കാണുന്ന ആ ഒരു പെർഫെക്ഷൻ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കൂ.
ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.